നമസ്കാരം. ജ്യോതിർദർശനത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജൂൺ മാസം 14 മുതൽക്ക് 20 വരെയുള്ള ഒരാഴ്ചക്കാലത്തെ മേഷാദി എല്ലാ രാശിക്കാരുടെയും സാമാന്യ ഫല നിരൂപണമാണ് ഇവിടെ നടത്തുന്നത്. ഇപ്പോഴത്തെ ഗ്രഹനില സൂര്യൻ ഇടവത്തിലാണ് 15-ാം തീയതി. അത് മിഥുനത്തിലേക്ക് പോകുന്നു, 1-ാം തീയതിയാണ്. ബുധൻ മിഥുനത്തിലാണ്, ശുക്രനും മിഥുനത്തിലാണ്. ഗുരു കർക്കിടകത്തിലേക്ക് പകർന്നു കഴിഞ്ഞു, 2-ാം തീയതി. ചൊവ്വ മേടത്തിലാണ്. ശനി മീനത്തിലും, രാഹു കുംഭത്തിലും, കേതു ചിങ്ങത്തിലുമാണ്. ഈ ഗ്രഹസ്ഥിതി വച്ചുകൊണ്ടാണ് ഇവിടെ ഫലനിരൂപണം നടത്തുന്നത്. ആദ്യം മേടം രാശിയാണ്, മേഷരാശി എന്ന് പറയും. അശ്വതിയും ഭരണിയും കാർത്തികക്കാലും, കാർത്തികയുടെ ആദ്യപാദവും ചേർന്നതാണ് മേടക്കൂറ്. തൊഴിൽ അഥവാ ജോലി സംബന്ധമായിട്ട് ചൊവ്വ സ്വസ്ഥാനത്ത് മേടത്തിലാണ് എന്നുള്ളതുകൊണ്ട് അസാധാരണമായിട്ടുള്ളൊരു ആത്മവിശ്വാസം ഒക്കെ അതുപോലെ പ്രവർത്തനശേഷിയും ഒക്കെ ഇവർക്ക് കൂടുതലായിട്ട് കാണാവുന്നതാണ്. പുതിയ ജോലികൾ ഏറ്റെടുക്കുക, അതുപോലെ ഉള്ളതിന് നേതൃത്വം കൊടുക്കുക, ഇതിനൊക്കെ സാധിക്കും. അത് വിജയകരമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾക്കുള്ളത്. അതുപോലെ തന്നെ മേലുദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റത്തക്ക വിധം ഉള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇതിൽ ഒരല്പം ശ്രദ്ധിക്കാനുള്ളത്, കുറച്ച് എടുത്തുചാട്ടം കൂടുതലായേക്കാം. അത് പലപ്പോഴും സഹപ്രവർത്തകർക്കും മറ്റും ആയെന്നിരിക്കാം. അതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ബിസിനസ് മറ്റുമൊക്കെ ചെയ്യുന്നവർക്ക് പുതിയ കരാറുകളും മറ്റുമൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ധനപരമായിട്ട് 4-ാം ഭാവത്തിലാണ് വ്യാഴം, അത് അനുകൂലമായിട്ടുള്ളതാണ്. പുതിയ കാര്യങ്ങളിലേക്ക് ധനം മുടക്കാൻ, അതായത് പുതിയ വാഹനം ഉണ്ടാവുക, അതുപോലെ വീട് സംബന്ധമായിട്ട് ഭൂമി സംബന്ധമായിട്ടുമൊക്കെ ചിലവുകൾ ചെയ്യാൻ സാധിക്കും. അതിനുള്ള സോഴ്സസ് ഉണ്ട്. ധനം വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതേസമയത്ത് സാമ്പത്തിക സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ്. പഴയ മുന്നേ ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്നും മറ്റുമൊക്കെ റിട്ടേൺസ് കിട്ടാനും അനുകൂലമായിട്ടുള്ള സമയമാണ്. കുടുംബത്തിലാകട്ടെ വളരെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷമായിരിക്കും. മാതാപിതാക്കളുമായിട്ടും മക്കളുമായിട്ടും ഒക്കെ നല്ല ബന്ധങ്ങളുണ്ടാക്കാനും അതിൽ സന്തോഷകരമായിട്ടുള്ളൊരു കാലമായിരിക്കും ഇവർക്ക്, മേഷരാശിക്കാർക്ക് ഉണ്ടാവുക. ആരോഗ്യം കുറച്ച് ഊർജം കൂടുതലായിട്ട് കാണിക്കും. അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ ഉണ്ടാകാം. തലവേദന, അതുപോലെ ശരീരത്തിന് വല്ലാതെ ചൂട് സംഭവിക്കുക, ഇതൊക്കെ വന്നിരിക്കാം. അതുകൊണ്ട് വിശ്രമത്തിനും വേണ്ടതായിട്ടുള്ള സമയം കണ്ടെത്തണം, അല്ലെങ്കിൽ കുറച്ചൊക്കെ ഫറ്റീഗ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവർക്ക് പൊതുവെ ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഹനുമാൻ ചാലിസ ജപിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, അല്ലെങ്കിൽ വിഷ്ണു പരമായിട്ടുള്ള മന്ത്രങ്ങൾ ജപിക്കുക, ഇതൊക്കെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകാൻ നല്ലതാണ്. അടുത്തത് ഇടവക്കൂറാണ്. കാർത്തികയുടെ 2, 3, 4 പാദങ്ങളിൽ ജനിച്ചവരും രോഹിണിയും മകയിരത്തിൻ്റെ 1, 2 പാദത്തിൽ ജനിച്ചവരാണ് ഇടവക്കൂറ്. ഇവരുടെ തൊഴിൽ അഥവാ ജോലി, പ്രൊഫഷൻ സംബന്ധിച്ച് ലഗ്നത്തിലാണ് സൂര്യൻ. മാറുന്നുണ്ട് ഉടനെ തന്നെ. എങ്കിലും ആഴ്ചയുടെ തുടക്കത്തിൽ സൂര്യൻ ലഗ്നത്തിലാണ്. നേതൃത്വശേഷിയൊക്കെ വളരെ കൂടും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറ്റുള്ളവർ മാനിക്കാൻ ഇടയാകും. സഹപ്രവർത്തകരോ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥന്മാരോ ഒക്കെ നിങ്ങളുടെ നേതൃത്വശേഷിയെ അംഗീകരിക്കുന്ന ഒരു സമയമാണ്. അനുകൂലമായിട്ടുള്ള പല വാർത്തകളും ബിസിനസ് സംബന്ധമായിട്ടുള്ളതാണെങ്കിലും പുതിയ സംരംഭങ്ങളും ഒക്കെ തുടങ്ങാൻ സാധിക്കും. അതിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. വരുമാനത്തിൽ സാമാന്യേന സ്ഥിരത ഉണ്ട്. എന്നാൽ പുതിയ പദ്ധതികൾ ആലോചിക്കാൻ, പുതിയത് സംരംഭങ്ങൾ തുടങ്ങാൻ അനുകൂലമായിട്ടുള്ള സമയമാണ്. എന്നാൽ അത് സംബന്ധിച്ചുള്ള ചെലവുകൾ വളരെ കൂടുതലാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബപരമായിട്ടും അനുകൂലമായിട്ടുള്ളതാണ്. ബന്ധുക്കളുമായിട്ടും സഹോദരന്മാർ അങ്ങനെയുള്ളവരൊക്കെ ആയിട്ട് നല്ല ബന്ധം നിലനിർത്താൻ സാധിക്കും. സന്തോഷപ്രദമായിട്ടുള്ളൊരു വാർത്തകൾ ചിലതൊക്കെ കുടുംബത്തിൽ നിന്ന് കേൾക്കാനും ഇടയാകും. ആരോഗ്യപരമായിട്ട് കുറച്ച് അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കഴുത്ത്, തൊണ്ട, ശ്വാസകോശം സംബന്ധിച്ചുള്ള, അതുപോലെ കുറച്ച് വയറിന് ഉള്ള അസുഖങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള രോഗമുള്ളവർ പ്രത്യേകം
കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇവർക്ക് വെള്ളിയാഴ്ച ദിവസം ദേവീ ദർശനം നടത്തുക, അഥവാ ദേവീ സ്തവം അല്ലെങ്കിൽ അങ്ങനെയുള്ള മന്ത്രങ്ങൾ ജപിക്കുക, മഹാലക്ഷ്മിയെ പൂജിക്കുക, ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ കിട്ടാൻ നല്ലതാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മകയിരത്തിൻ്റെ അവസാനത്തെ 2 പാദവും തിരുവാതിരയും പുണർത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് മിഥുനക്കൂറ്. അവരുടെ പ്രൊഫഷൻ, ജോലി സംബന്ധിച്ച് ബുധശുക്രന്മാർ ലഗ്നത്തിൽ നിൽക്കുന്നത് വളരെ അനുകൂലമാണ്. ആശയവിനിമയങ്ങൾ, അതായത് ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സുമായിട്ടും അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് ഇടപാടുകാരുമായിട്ടും ഒക്കെ നല്ല ആശയവിനിമയം നടത്താനും അതുകൊണ്ട് ഫലം കിട്ടാനും നല്ലതാണ്. അഭിമുഖങ്ങൾ, ചർച്ചകൾ, അതുപോലെ അവതരണങ്ങൾ ഇതൊക്കെ നടത്തുന്നവർക്ക് അല്ലെങ്കിൽ ആ തരത്തിലുള്ള പ്രൊഫഷൻ ചെയ്യുന്നവർക്കും ഇത് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. നല്ല ഒരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ മേഖലയിൽ പുതിയ അവസരങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. വ്യാഴമാണ് 2ാം ഭാവത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ധനവർദ്ധനയും സ്ഥിരമായിട്ടുള്ള വരുമാനവും ഉണ്ടാകും. അതിൽ വരുമാന വർധനയ്ക്ക് സ്കോപ്പ് കൂടുതലുണ്ട്. പണം കിട്ടാനുള്ളവർ, അതായത് ഇപ്പോൾ ശമ്പള വർധന കൊണ്ട് അല്ലെങ്കിൽ കുടിശ്ശിക ലഭിക്കാനുള്ള, അല്ലെങ്കിൽ മുൻപേ ചിലരിൽ നിന്ന് കടം കൊടുത്തത് അത് തിരിച്ചു കിട്ടാനും ഒക്കെ സാധ്യതയുള്ള സമയമാണ്. കുടുംബത്തിലും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ഒരു ഐക്യവും സന്തോഷവും ഒക്കെ നിലനിൽക്കുന്ന ഒരു കാലമാണ്. അതുപോലെ തന്നെ കൂറിൽ ജനിച്ചവരുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് സ്വീകരിക്കാൻ കുടുംബത്തിലുള്ളവർ തയ്യാറാകും. അങ്ങനെ ഒരു സമാധാനപരമായിട്ടുള്ള സന്തോഷം കുടുംബത്തിൽ നിലനിൽക്കുന്നതാണ്. ആരോഗ്യപരമായിട്ടും പൊതുവേ മെച്ചം തന്നെയാണ്. മറ്റ് ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് വരുന്നില്ല. എന്നാൽ മാനസികമായിട്ട് കുറേയേറെ സമ്മർദ്ദങ്ങൾ വരാനുള്ള സാഹചര്യമുണ്ട്. ഇവർക്കും വിഷ്ണു പൂജ അഥവാ ശ്രീകൃഷ്ണൻ മുതലായിട്ടുള്ള അവതാര, ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ മുതലായിട്ടുള്ള നരസിംഹം, സുദർശനം മുതലായിട്ടുള്ള ദേവന്മാരെ പ്രീതിപ്പെടുത്തുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള മന്ത്രങ്ങൾ ഉപാസിക്കുക, ഇതൊക്കെയും നല്ല ഫലങ്ങൾ, ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഇത് പറയാവുന്നതാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. പുണർത്തിൻ്റെ അവസാനത്തെ പാദവും പൂയവും ആയില്യവും ചേർന്നതാണ് കർക്കിടകക്കൂറ്. ഗുരു ഉച്ചത്തിലാണ്, കർക്കിടകത്തിൽ ആണ് ഗുരുവിൻ്റെ, വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതി. തൊഴിൽ രംഗത്ത് നല്ല വളർച്ച ഇവർക്കുണ്ടാകും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും അഥവാ അങ്ങനെയുള്ള അവസരങ്ങൾ വന്നു ചേരാനും സാധ്യതയുണ്ട്. പുതിയ ഉത്തരവാദിത്തങ്ങളുണ്ടാകും. പ്രവർത്തനം മൂലം ഉള്ള അംഗീകാരങ്ങളും കിട്ടും. ജോലിയിലും ഒക്കെ ആത്മവിശ്വാസത്തോടു കൂടി നടത്താനുള്ള അനുകൂലമായിട്ടുള്ള സമയമാണ് തൊഴിൽ സംബന്ധിച്ച് പറഞ്ഞാൽ. സാമ്പത്തിക രംഗത്ത് അഥവാ ധനപരമായിട്ടും പുരോഗതി ഉണ്ടാകും. പുതിയ ചില വരുമാന സ്രോതസ്സുകൾ വരാനുള്ള സാധ്യത കാണുന്നത്. ദീർഘകാലത്തേക്ക് ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ, ഡെപ്പോസിറ്റ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ ഇവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുകൊണ്ട് ഭാവിയിലേക്ക് നേട്ടങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെയാണ്. മുതിർന്നവരുടെ, അതായത് അച്ഛനമ്മമാർ, മുത്തച്ഛൻ, മുത്തശ്ശി, അങ്ങനെയുള്ളവർ, അമ്മാവന്മാർ, ഇവരിൽ നിന്നൊക്കെയുള്ള അനുകൂലമായിട്ടുള്ള അനുഗ്രഹങ്ങളും മറ്റുമൊക്കെ കിട്ടാൻ അനുകൂലമായിട്ടുള്ള സമയമാണ്. ശാരീരികമായിട്ടുള്ള ആരോഗ്യം, മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ വളരെ ആശ്വാസം ലഭിക്കും. മുൻപ് ഉണ്ടായിരുന്ന രോഗമുണ്ടായിരുന്നവർക്കും ഇപ്പോൾ അതിൽ നിന്ന് മാറാനുള്ള ഒരു കാലമാണ്. ഇവർക്ക് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് വിഷ്ണു സമ്പ്രദായത്തിൽ ഉള്ള പൂജകളും വിഷ്ണു ക്ഷേത്ര ദർശനവും സഹസ്രനാമ ജപവും ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെ അതുപോലെ വൈഷ്ണവാരാധനയോ അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ വേദ സമ്പ്രദായത്തിൽ ഉപാസനയൊക്കെ ചെയ്യുന്നതായിട്ടുള്ള ഒരു ഗുരുവിന് വസ്ത്രാദി ദാനം ചെയ്യുക, ഇതും വളരെ പ്രയോജനം ചെയ്യും. ഇനിയുള്ളത് ചിങ്ങക്കൂറാണ്. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദം ഇത് ചേർന്നാണ് ചിങ്ങക്കൂറ് എന്ന് പറയുന്നത്. ഇവർക്ക് ലഗ്നത്തിൽ കേതുവാണ്. നമ്മുടെ തുടർന്ന് വന്നിരുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങളെ പറ്റി വീണ്ടും ഒരു പുനഃചിന്തയ്ക്ക് ഉള്ള സമയമാണ്. എന്നാൽ വലിയ പുരോഗതിയൊന്നും ഇപ്പോൾ കാണുന്നില്ല. എങ്കിലും ഭാവിയിലേക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഈ പുനർചിന്തനം കൊണ്ടും ഒക്കെ ഗുണം സംഭവിക്കും. അതായത് ആസൂത്രണങ്ങളുമൊക്കെ, ഭാവിയിലേക്കുള്ള ആസൂത്രണങ്ങളും മറ്റുമൊക്കെ നടത്താൻ സാധ്യതയുണ്ട്. അത് ഭാവിയിലേക്ക് അത് അനുകൂലമായിട്ട് വരും. അതുപോലെ തന്നെ പഴയ ചില ബന്ധങ്ങളിൽ നിന്നൊക്കെ ചില നേട്ടങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാകാൻ, പൂർവികമായിട്ടുണ്ടായിരുന്ന ബിസിനസ് ബന്ധങ്ങളോ അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധങ്ങളോ വഴിക്ക് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ധനപരമായിട്ട്
കൂടുതൽ ധനവരുമാനങ്ങളൊന്നും ഇല്ലെങ്കിലും വരുമാനം സ്ഥിരം തന്നെയായിരിക്കും. എന്നാൽ ചില അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവുകൾ, അതായത് ചികിത്സ സംബന്ധിച്ച് കുടുംബത്തിലുള്ളവർക്കോ അവനവനോ വേണ്ടിയിട്ടുള്ള ചില ചികിത്സാ കാര്യങ്ങളൊക്കെ വേണ്ടി വന്നിരിക്കാം. അതിനുള്ള ധനവിനിയോഗം വേണ്ടിവരും. അതുപോലെ കുടുംബം സംബന്ധിച്ചും ചില യാത്രകൾ ആവശ്യമായിട്ട് വരും. ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള പണച്ചെലവ് കുറച്ച് കൂടുതലാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ള ഒരു സ്വയം നിയന്ത്രണം ഇക്കാലത്ത് ചെയ്തു വരേണ്ടതാണ്. കുടുംബാന്തരീക്ഷത്തിൽ വേണ്ടത്ര ശ്രദ്ധ വേണ്ടിയിരിക്കുന്നു. കുടുംബാംഗങ്ങളുമായിട്ടുള്ള ചില സ്വരച്ചേർച്ചകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വേണ്ടതുപോലെ ആശയവിനിമയം കുടുംബത്തിലുള്ളവരായിട്ട് നടത്തണം. അല്ല എന്നുണ്ടെങ്കിൽ ചില തെറ്റിദ്ധാരണകളും ഒക്കെ ഉണ്ടാകും. അതിന് മൂലമുണ്ടാകുന്ന മാനസിക വ്യഥ, സ്ട്രെസ്സ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട് വളരെ ശ്രദ്ധിക്കേണ്ട കാലമാണ്. ഉറക്കക്കുറവുണ്ടാവാം. അതുമൂലം ഒക്കെ ഉള്ള ശാരീരിക ക്ഷീണവും ഒക്കെ ഉണ്ടാകാം. അതുകൊണ്ട് വിശ്രമത്തിന് വേണ്ടത്ര സമയം കണ്ടെത്തണം. ആരോഗ്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഇവർക്ക് സൂര്യനെ ആരാധിക്കുക, സൂര്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയോ സൗരമന്ത്രങ്ങൾ ജപിക്കുകയോ അതുപോലെ തന്നെ സൂര്യ നമസ്കാരം നിത്യേന ചെയ്യുന്നതും ഒക്കെ ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രയോജനം കിട്ടുന്നതാണ്. അടുത്തത് കന്നിക്കൂറാണ്. ഉത്തരത്തിൻ്റെ മുക്കാല്, അതായത് ഉത്തരത്തിൻ്റെ 2, 3, 4 പാദങ്ങളും അത്തവും ചിത്തിരയുടെ 1, 2 പാദങ്ങൾ ചേർന്നതാണ് കന്നിക്കൂറ്. വ്യാഴം ഇവർക്ക് 11ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് പൂർവവൽ ചെയ്ത പദ്ധതികളുടെ അല്ലെങ്കിൽ ശ്രമങ്ങളുടെ ഫലം അനുഭവിക്കാനുള്ള ഒരു കാലമാണ്. അതായത് മുൻകൂട്ടി ശ്രമം ചെയ്ത് ചില സ്ഥാനക്കയറ്റങ്ങളോ അല്ലെങ്കിൽ ചില വലിയ ബിസിനസ് സംരംഭങ്ങൾക്ക് മുൻകൂട്ടി ചെയ്ത പ്രവർത്തനങ്ങളുടെയൊക്കെ ഫലം അനുഭവിക്കാനും അതുപോലെ തന്നെ ചില അംഗീകാരങ്ങൾ കിട്ടാനും ഒക്കെ സാധ്യതയുണ്ട്. മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നോ അല്ലെന്നുണ്ടെങ്കിൽ വലിയ കോൺട്രാക്റ്റുള്ള അവരിൽ നിന്നുമൊക്കെ അനുകൂലമായിട്ടുള്ള ചില പിന്തുണ ഉണ്ടാകും. അതുമൂലമുള്ള ലാഭങ്ങളും ഒക്കെ അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ധനപരമായിട്ടും നേട്ടങ്ങളാണ്, സാമ്പത്തിക നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകും. മുൻപേ വിചാരിച്ചിരുന്ന നമുക്ക് വന്നു ചേരാനുള്ള ധനവുമൊക്കെ വന്നു ചേരാനുള്ള കാലമാണ്. നിക്ഷേപങ്ങളിൽ നിന്നും ഒക്കെ ഉള്ള ലാഭവും കിട്ടാനുള്ള സമയമാണ്. അതിന് അനുകൂലമായിട്ടുള്ള ഒരു പരിതസ്ഥിതിയാണ് അവർക്കുള്ളത്. കുടുംബത്തിൽ സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാം. കുടുംബാംഗങ്ങളെക്കുറിച്ച് ചില അഭിമാനകരമായിട്ടുള്ള ചില നേട്ടങ്ങൾ ഉണ്ടാക്കുകയും അതുകൊണ്ട് കുടുംബത്തിൽ പൊതുവെ സന്തോഷവും ഒക്കെ ഐക്യവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട് വളരെ നല്ലത് തന്നെയാണ്. മറ്റ് ദോഷങ്ങളൊന്നും ശാരീരിക പ്രശ്നങ്ങളോ ഒന്നും കാണുന്നില്ല. എങ്കിലും ജോലി ഭാരം കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ടുണ്ടാകുന്ന വിശ്രമക്കുറവുകൾ കൊണ്ടുണ്ടാകുന്ന ചില ക്ഷീണങ്ങളോ ഒക്കെ തന്നെയുള്ളൂ. മറ്റ് ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ വരാൻ സാധ്യത കുറവാണ്. ഇവർക്ക് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ദേവീ സ്തവം ജപിക്കുക, ദേവീ ക്ഷേത്ര ദർശനം നടത്തുക, അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ പ്രദാനം ചെയ്യാൻ നല്ലതാണ്. അടുത്തത് തുലാക്കൂറാണ്. ചിത്തിരയുടെ അവസാനത്തെ 2 പാദവും ചോതിയും വിശാഖത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് തുലാക്കൂറ്. വ്യാഴം ഇവർക്ക് 10ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് അവരുടെ പ്രവർത്തന ശേഷി മെച്ചപ്പെടും. അവരുടെ പ്രവർത്തനങ്ങളിൽ നല്ല ഫലം കാണാൻ ജോലി ചെയ്യുന്നവർക്കോ ബിസിനസ് ചെയ്യുന്നവരോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഔന്നത്യം, പ്രവർത്തനത്തിൽ ഔന്നത്യം ഉണ്ടാകും. ഉദ്യോഗസ്ഥന്മാരുടെയും മറ്റുമൊക്കെ അംഗീകാരം ലഭിക്കാൻ അനുകൂലമായിട്ടുള്ള കാലമാണ്. അതുപോലെ തന്നെ ഉത്തരവാദിത്വങ്ങളും കുറച്ച് കൂടി വരുന്നതായിട്ട് കാണാം. നമ്മുടെ കരിയറിലൊരു മുന്നേറ്റം ആഗ്രഹിച്ചവർ അല്ലെങ്കിൽ പ്രതീക്ഷിച്ചവർക്ക് ഇപ്പോൾ അത് കിട്ടാനുള്ള ഈ കാലമാണ്, ഈ ആഴ്ച അതിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. വരുമാനം സംബന്ധിച്ചും അവർക്ക് സാമ്പത്തികമായിട്ട് മെച്ചം തന്നെയാണ്. ദീർഘകാലമായിട്ടുള്ള നിക്ഷേപങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. ഷോർട്ട് ടേം ആയിട്ടുള്ള ധന വിനിയോഗം ആലോചിച്ച് ചെയ്യണം. അതിൽ ചില നഷ്ടങ്ങളും സംഭവിച്ചേക്കാം. എന്നാൽ ലോങ് ടേം ആയിട്ടുള്ള ഭാവിയിലേക്കുള്ള നിക്ഷേപങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. കുടുംബത്തിൽ ജീവിത പങ്കാളിയുടെ, ഭാര്യയുടെ അഥവാ ഭർത്താവിൻ്റെ പിന്തുണ ലഭിക്കും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കുകയും ചെയ്യും. ആരോഗ്യപരമായിട്ട് പ്രവർത്തന മണ്ഡലം
വികസിക്കുന്നു എന്നുള്ളത് കൊണ്ടും പ്രവർത്തനത്തിൻ്റെ ക്വാണ്ടിറ്റി വലുതാവുന്നു എന്നുള്ളത് കൊണ്ടും കൂടുതൽ എക്സേർഷൻ ആവശ്യമായിട്ട് വരും. അതുകൊണ്ടുണ്ടാകുന്ന ശാരീരിക ക്ഷീണങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് വേണ്ടത്ര വിശ്രമം എടുക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു പരിഹാരമായിട്ട് ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ലളിതാ സഹസ്രനാമം ജപിക്കുക അഥവാ അതുപോലുള്ള മന്ത്രങ്ങൾ നിത്യേന ഉപാസിക്കുന്നതും ഒക്കെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ നൽകാൻ നല്ലതാണ്. ഇനിയുള്ളത് വൃശ്ചികക്കൂറാണ്. വിശാഖത്തിൻ്റെ അവസാനത്തെ പാദവും അനിഴവും തൃക്കേട്ടയും ചേർന്നതാണ് വൃശ്ചികക്കൂറ്. ഇവർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ്. വ്യാഴം 9 ആണ് എന്നുള്ളത് കൊണ്ട് എല്ലാ മറ്റു ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും മറ്റേ ഗുണം ഭാഗം അഥവാ ലക്ഷം ദോഷം ഗുരുഹന്തി എന്നൊക്കെ പറയും. ദോഷങ്ങളുണ്ടെങ്കിലും ഈ വ്യാഴത്തിൻ്റെ 9 സ്ഥിതി കൊണ്ട് അവർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും അതുപോലെ തന്നെ ഉള്ള പ്രവർത്തന മണ്ഡലം വികസിപ്പിക്കാനും ഒക്കെ നല്ലതാണ്. പഠനം അവരവർ ചെയ്യുന്ന മേഖലയിൽ കൂടുതൽ പഠനവും പരിശീലനവും ഒക്കെ ചെയ്യാൻ ഉള്ള സാഹചര്യം വന്നു ചേരുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ അവരവർ ജോലി ചെയ്യുന്ന മേഖലയിൽ മുന്നോട്ട് പോകാൻ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതിനുള്ള സാഹചര്യം ഒരുക്കപ്പെടും. ധനപരമായിട്ട് ക്രമേണ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ വിദേശ ബന്ധങ്ങളിൽ ഉള്ളവർക്ക് കൂടുതൽ അനുകൂലമായിട്ടുള്ള കാലമാണ്. വിദേശത്തിൽ നിന്ന് ധനാഗമ മാർഗങ്ങൾ അത് കിട്ടാൻ, മുടങ്ങിക്കിടക്കുന്നവർക്കത് കിട്ടാനും ഒക്കെ സാധ്യത കാണുന്നുണ്ട്. കുടുംബപരമായിട്ട് നല്ല ബന്ധമാണ്. കുടുംബ ബന്ധങ്ങളിലൊക്കെ നല്ല ബന്ധം അപ്കീപ്പ് ചെയ്യാൻ സാധിക്കും. കുടുംബാന്തരീക്ഷവും പൊതുവെ മെച്ചപ്പെടുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ആരോഗ്യപരമായിട്ട് ഇതുവരെ ഉണ്ടായിരുന്ന ചില മാനസിക സമ്മർദ്ദങ്ങളും ഒക്കെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. അവനവൻ്റെ ആത്മവിശ്വാസം വർദ്ധിക്കും എന്നുള്ളതുകൊണ്ട് പൊതുവെ ആരോഗ്യം മെച്ചമാണ്. മറ്റ് ശാരീരിക രോഗങ്ങൾക്കോ ഒന്നും സാധ്യത കാണുന്നില്ല. ഇവർക്ക് സുബ്രഹ്മണ്യസ്വാമിയെ അഥവാ ദുർഗാദേവി ഈ ദേവതമാരുടെ മന്ത്രങ്ങൾ ജപിക്കുകയോ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയോ ഒക്കെ നല്ലതാണ്. പ്രത്യേകിച്ച് സുബ്രഹ്മണ്യസ്വാമിക്ക് വഴിപാടുകൾ നടത്തുക, അവിടെ ഇഷ്ടമായിട്ടുള്ള വഴിപാടുകൾ കർപ്പൂരം മുതലായിട്ടുള്ളവ സമർപ്പിക്കുക ഒക്കെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ നൽകാൻ നല്ലതാണ്. അടുത്തത് ധനുക്കൂറാണ്. മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ ആദ്യ പാദവും ചേർന്നതാണ് ധനുക്കൂറ്. ജോലി അഥവാ പ്രവർത്തന മണ്ഡലത്തിൽ മേഖലയിൽ ചില മാറ്റങ്ങളും പുനഃക്രമീകരണങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു കാലമാണ്. പങ്കാളിത്തത്തിൽ പാർട്ട്ണർഷിപ്പിലും ഒക്കെ ചെയ്യുന്ന ബിസിനസ്സോ ജോലിയോ ഒക്കെ അത് കുറച്ച് ശ്രദ്ധ കൂടുതൽ ആവശ്യമാണ്. അത് സംബന്ധിച്ചുള്ള ചില പ്രശ്നങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് വളരെ ക്ഷമയോടുകൂടി അവധാനതയോടുകൂടി വേണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ കൈകാര്യം ചെയ്യാൻ. അല്ല എന്നുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് ചില വഴക്കുകളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ബിസിനസ്സാണെങ്കിലും അവൻ്റെ ജോലി പ്രൊഫഷൻ രംഗങ്ങളിലൊക്കെ ആ ഒരു ശ്രദ്ധ വളരെ ആവശ്യമാണ് ഈ ധനുക്കൂറുകാർക്ക്. ധനപരമായിട്ട് കുറച്ച് ജാഗ്രത കൂടുതൽ വേണ്ട കാലമാണ്. അതായത് അൺഎക്സ്പെക്റ്റഡായിട്ടുള്ള ചില ചിലവുകൾ വന്നെന്നിരിക്കാം. വായ്പ തിരിച്ചടയ്ക്കുക, അല്ലെന്നുണ്ടെങ്കിൽ പുതിയ നികുതി, ഇൻകം ടാക്സ് മുതലായിട്ടുള്ള നികുതിക്ക് ആവശ്യപ്പെടുക, ഇൻഷുറൻസ് സംബന്ധമായിട്ടും ഇങ്ങനെയുള്ള മേഖലകളിൽ നിന്നൊക്കെ റിക്വയർമെൻറ്റ് ഉണ്ടാവുകയും അങ്ങനെ ധനം ചെലവഴിക്കേണ്ടതായിട്ടും വരാവുന്നതാണ്. അതായത് അപ്രതീക്ഷിതമായിട്ടുള്ള ചില ചിലവുകളും ഒക്കെ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് കണക്കിലെടുത്ത് വേണം ധനവിനിയോഗങ്ങൾ ചെയ്യാൻ. കുടുംബപരമായിട്ട് കുറച്ചൊന്ന് സൂക്ഷിക്കേണ്ടതാണ്. ആശയവിനിമയക്കുറവ് കൊണ്ട് ഉണ്ടാകാവുന്ന ചില നേരിയ സംഘർഷങ്ങളോ ഒക്കെ കുടുംബത്തിൽ ഉണ്ടാകും. ഇവർക്ക് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കത്തക്ക രീതിയിലുള്ള സംഭാഷണങ്ങളിൽ കൂടെയും ഒക്കെ അത് പരിഹരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യപരമായിട്ട് മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളും ഉത്കണ്ഠയും ഒക്കെ കാരണം ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്.
എങ്കിലും വലിയ ശാരീരിക അസ്വസ്ഥതകളില്ല, കൂടുതലും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെ കൊണ്ടാണ് രോഗങ്ങൾ വരാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് വേണ്ടത്ര വിശ്രമത്തിന് സമയം കണ്ടെത്തണം. സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തെ അഥവാ അതിൻ്റെ അധിദേവതയായിട്ടുള്ള മഹാവിഷ്ണുവിനെ, ഇനി അഥവാ അങ്ങനെയല്ല വിഷ്ണുവിൻ്റെ അവതാര ഭാവങ്ങളിലുള്ള ശ്രീരാമ, ശ്രീകൃഷ്ണ മുതലായിട്ടുള്ള ദേവതമാരെ ഭജിക്കുക, അങ്ങനെയുള്ള ക്ഷേത്ര ദർശനം നടത്തുക, അല്ലെങ്കിൽ അതുപോലുള്ള മന്ത്രങ്ങൾ ജപിക്കുക, ഇതൊക്കെയും പ്രത്യേകം ആയിട്ട് ശ്രദ്ധിച്ച് ചെയ്യണം. അത് ചെയ്യുന്നത് പൊതുവെ ഐശ്വര്യം വർദ്ധിക്കാൻ നല്ലതാണ്. ഇങ്ങനെയുള്ള ദുരിതങ്ങളിൽ നിന്ന് കരകയറാനും ഇത് ആവശ്യമായിട്ടുള്ള സമയമാണ്. ഇനിയുള്ളത് മകരക്കൂറാണ്. ഉത്രാടത്തിൻ്റെ മുക്കാൽ, അതായത് 2, 3, 4 പാദങ്ങൾ ചേർന്നതും തിരുവോണവും അവിട്ടത്തിൻ്റെ 1, 2 പാദങ്ങൾ ചേർന്നതാണ് മകരക്കൂറ്. ഇവർക്ക് 7ലാണ് വ്യാഴം, അത് അനുകൂലമാണ്. കേന്ദ്രത്തിൽ വ്യാഴം വരുന്നത് അനുകൂലമാണ്. അതുകൊണ്ട് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സും മറ്റുമൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമാണ്. കമ്പൈൻഡായിട്ട് ചെയ്യുന്ന പ്രോജക്റ്റുകളോ ജോലിയിലോ ഒക്കെ വ്യാപൃതരായിട്ടുള്ളവർക്ക് ഒരുമിച്ച് ചേർന്ന് ചെയ്യുന്ന ജോലികൾ കൊണ്ട് അഥവാ സംരംഭങ്ങൾ കൊണ്ട് അവർക്ക് ലാഭം ഉണ്ടാകാം. അതുപോലെ അംഗീകാരങ്ങളും ഒക്കെ ഉണ്ടാകാം. അതുപോലെ തന്നെ പുതിയ കരാറുകളോ ഒക്കെ, പ്രത്യേകിച്ച് വിദേശത്തു നിന്നും ഉള്ള എൻക്വയറികളൊക്കെ വരാൻ ഒക്കെ സാധ്യതയുണ്ട്. പുതിയ ബന്ധങ്ങളും ബിസിനസ് ബന്ധങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ധനപരമായിട്ട് കൂടുതലാകുന്നില്ല എങ്കിലും സാമ്പത്തിക രംഗത്ത് ഒരു സ്ഥിരത കൈവരിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പാർട്ട്നേഴ്സിൽ നിന്ന്, അതുപോലെ ജീവിത പങ്കാളിയിൽ നിന്ന്, ഭാര്യയിൽ നിന്ന് അഥവാ ഭർത്താവിൽ നിന്ന് കിട്ടാനുള്ള അഥവാ പ്രതീക്ഷിച്ചിട്ടുള്ള ധനം കിട്ടാനും ഇത് സമയം അനുകൂലമാണ്. കുടുംബത്തിൽ ദാമ്പത്യ ജീവിത കുറച്ചുകൂടെ ഒരു ഊഷ്മളമായിട്ടുള്ള ബന്ധം ഉണ്ടാകും. മുൻപുണ്ടായിരുന്ന ചില പരസ്പര ധാരണയില്ലായ്മ മുതലായിട്ടുള്ളവ പരിഹരിക്കാനും സഹകരണം കൂടാനും സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യപരമായിട്ട് അത്ര അനുകൂലമല്ല. സന്ധിവേദന, അതുപോലെ മുട്ടുവേദന, വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഇതൊക്കെ ഉള്ളവർ കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. ആ രോഗങ്ങളുള്ളവർ അത് കൂടുതലാകാൻ സാധ്യതയുണ്ട്. അതില്ലാത്തവർക്കും ഈ തരത്തിലുള്ള വാദസംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ജോയിൻറ്റ് പെയിൻ മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഈ സമയത്ത് കാണുന്നുണ്ട്. പരിഹാരമായിട്ട് ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തുക, എള്ള് പായസം നിവേദ്യം നടത്തുക, എള്ള് തിരികൊണ്ട് നീരാജനം നടത്തുക, ഇതൊക്കെ നല്ലതാണ്. സ്വയമേവ ഈ മന്ത്രങ്ങൾ ജപിക്കുക ഒക്കെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കാം. തടസ്സങ്ങൾ മാറാനും നല്ലതാണ്. അടുത്തത് കുംഭക്കൂറാണ്. അവിട്ടത്തിൻ്റെ അവസാനത്തെ 2 പാദവും ചതയവും പൂരുരുട്ടാതി മുക്കാലും ചേർന്നതാണ് കുംഭക്കൂറ്. ഇവർക്ക് തൊഴിൽ മേഖലയിൽ, ജോലിയാണെങ്കിലും മറ്റ് ബിസിനസ് പ്രൊഫഷൻ ഒക്കെ ആണെങ്കിലും ജോലി മേഖലയിൽ കുറച്ച് കൂടുതൽ ജോലി ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ടുണ്ടാവുന്ന സ്ട്രെസ്സും ഒക്കെ അവർക്ക് കുറച്ച് കൂടുതലായിരിക്കും. എന്നാൽ മത്സര പരീക്ഷകളും ഇൻ്റർവ്യൂ മുതലായിട്ടുള്ള കാര്യങ്ങളിലും അത് ഫേസ് ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. സഹപ്രവർത്തകരുമായിട്ട് നല്ല ഒരു സഹകരണത്തോട് കൂടിപ്പോയില്ല എന്നുണ്ടെങ്കിൽ ചില ബന്ധങ്ങൾ വഷളാകാൻ സാധ്യതയുണ്ട്. ധനപരമായിട്ട് നല്ല അനുകൂലമാണ്. സ്ഥിരമായിട്ടുള്ള വരുമാനം ഉണ്ട്. എങ്കിലും ചില ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ധനവിനിയോഗം വേണ്ടിവരും. അതുകൊണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവുകൾ വരാൻ സാധ്യതയുണ്ട് എന്ന് പറയാവുന്നതാണ്. കുടുംബത്തിൽ അവർ കുടുംബത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള ചില ഉത്തരവാദിത്വങ്ങൾ മുൻപുണ്ടായിരുന്നതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതലായിട്ട് അഥവാ പുതിയതായിട്ടുള്ള ചില ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുമായിട്ടും കൂടുതൽ സമയം ചെലവ് ചെയ്യേണ്ടതായിട്ട് വരും. രോഗം മുതലായിട്ടുള്ളവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടും ഒക്കെ കുറച്ചേറെ ധനം ഇതിനു വേണ്ടിയിട്ട് ചിലവ് ചെയ്യേണ്ടതായിട്ട് വരാവുന്നതാണ്. ആരോഗ്യ സംബന്ധമായിട്ട് ഇവർക്ക് വയറ് സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ദഹനക്കുറവ് കൊണ്ടോ ഒക്കെ, അഥവാ ഭക്ഷണം സമയത്ത് കഴിക്കാൻ പറ്റാതെ വരുന്നത് കൊണ്ടും ഒക്കെ ഉണ്ടാകുന്ന ചില വികാരങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭക്ഷണ സമയം ക്രമീകരിക്കുക, വേണ്ടത്ര വ്യായാമം ചെയ്യുക, ഇതൊക്കെ ചെയ്യേണ്ടതാണ്.
ഇവർക്ക് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ അവനവൻ സ്വന്തമായിട്ടോ അന്നദാനം നടത്തുന്നത് ഒരു അനുകൂലമായിട്ടുള്ള കാര്യമാണ്. അത് ഒരു കൂടുതൽ പേർക്ക് നടത്താൻ സാധിച്ചില്ലെങ്കിലും നല്ല രീതിയിൽ ജീവിച്ചു വരുന്ന ഒരു ഭാര്യാഭർത്താക്കന്മാർക്ക് അവർക്ക് ഭക്ഷണത്തിന് വേണ്ടതായിട്ടുള്ള സാധനങ്ങൾ വെച്ച് നമസ്കരിക്കുകയും ഒക്കെ അനുകൂലമായിട്ടുള്ള ഫലം കിട്ടാൻ നല്ലതാണ്. ഇനിയുള്ളത് മീനം രാശിയാണ്. പൂരുരുട്ടാതിയുടെ അവസാനത്തെ പാദവും ഉത്രട്ടാതിയും രേവതിയും ചേർന്നതാണ് മീനക്കൂറ്. ഇവർക്ക് തൊഴിൽ സംബന്ധമായിട്ട് 5-ൽ വ്യാഴമാണ് എന്നുള്ളതുകൊണ്ട് സർവത്ര ഒരു അനുഗ്രഹപ്രദമായിട്ടുള്ള കാലമാണ്. പുതിയ ആശയങ്ങളും പ്രവർത്തന മേഖലയിൽ പല സൃഷ്ടിപരമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ ആലോചിക്കും. അത് വിജയകരമായിട്ട് നടപ്പാക്കാനും സാധിക്കുന്നതാണ്. ആത്മവിശ്വാസം വർദ്ധിക്കും. അവനവൻ്റെ പ്രവർത്തന മേഖലയിൽ ആത്മവിശ്വാസം വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ പ്രവർത്തനക്ഷമമാവും അവനവൻ്റെ പ്രവർത്തനങ്ങൾ. ജോലിയാണെങ്കിലും അഥവാ ബിസിനസ്സാണെങ്കിലും അത് വർദ്ധിക്കും. പുതിയ അവസരങ്ങൾ വന്നു ചേരുകയും ഒക്കെ ചെയ്യും. ഇതൊക്കെയാണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം ഈ കണ്ടകശനിയും ഏഴരശനിയും കൂടെയുള്ള കാലമാണ്. അതുകൊണ്ട് തന്നെ പല തടസ്സങ്ങളും ഓരോ പ്രവർത്തനങ്ങൾ മുന്നേറുമ്പോഴും ഓരോ സമയത്തും ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകും. ഇത് വ്യാഴത്തിൻ്റെ അഞ്ചിലെ ഉച്ചസ്ഥിതി ഉണ്ട്. 5-ാം ഭാവത്തിലാണ്, ഉച്ചസ്ഥിതിയുമാണ്. അതുകൊണ്ട് ഇതെല്ലാം തട്ടി നീങ്ങി മുന്നോട്ട് പോകാൻ സാധിക്കും. എങ്കിലും ഇത് ഈ ചെറിയ തടസ്സങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പൊതുവെ സാമ്പത്തിക സ്ഥിതിയും ഇവർക്ക് മെച്ചപ്പെടും. പൂർവ്വവൽ ചെയ്തു വച്ച നിക്ഷേപങ്ങളിൽ നിന്നോ ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്നും ഉള്ള റിട്ടേൺസ്, ലാഭങ്ങൾ കിട്ടാൻ സാധ്യത കാണുന്നുണ്ട്. കുടുംബപരമായിട്ടും അനുകൂലം തന്നെയാണ്. മക്കളിൽ നിന്ന് ഒക്കെ നല്ല വാർത്തകൾ, അതായത് അവരുടെ പരീക്ഷാ വിജയമോ പുതിയ ജോലി കിട്ടുക മുതലായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യം, മാനസികവും ശാരീരികവും ആയിട്ടുള്ള ആരോഗ്യസ്ഥിതി പൊതുവെ മെച്ചപ്പെടും. ആത്മവിശ്വാസം വളരെ കൂടും. അതുകൊണ്ട് തന്നെ ആരോഗ്യവും മെച്ചപ്പെട്ട് വരുന്നതായിട്ട് കാണാവുന്നതാണ്. പരിഹാരം എന്നുള്ള നിലയ്ക്ക് മഹാവിഷ്ണുവിനെ അഥവാ മഹാവിഷ്ണുവിൻ്റെ അവതാര ഭാവങ്ങളെ പൂജിക്കുക. അതുപോലെ തന്നെ ശാസ്താ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. പായസം, എള്ള് കൊണ്ടുള്ള നീരാജനം മുതലായിട്ടുള്ളവ ചെയ്യുക. സ്വയമേവ ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ, ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അവനവൻ്റെ വീട്ടിലിരുന്നാണെങ്കിലും ശനി പൂജ നടത്തുകയോ അല്ലെങ്കിൽ ആ ദേവതയുടെ മന്ത്രങ്ങൾ ജപിക്കുകയും ഒക്കെ നിത്യമായിട്ട് ചെയ്തു വരേണ്ടതാണ്. നമസ്കാരം.